നമസ്കാരം, ബ്രില്യന്റ് വീക്കിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വിശേഷങ്ങൾ. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ അധ്യാപകരെ ആദരിച്ച് ബ്രില്യന്റ് ഫാമിലി. കൊല്ലം സെന്ററിനെ ഇളക്കിമറിച്ച് 2024 ടോപ്പർമാർ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി ബ്രില്യന്റ്. 100 പേരെ ഫീസ് ഇളവ് നൽകി പഠിപ്പിക്കാൻ തീരുമാനം. സാഹിത്യ ലോകത്തേക്ക് ചുവടുവെച്ച് ബ്രില്യന്റിലെ കൊച്ചു കലാകാരൻ ജോഹാൻ സാബു. ഈ വർഷത്തെ ഓണാഘോഷം വിപുലമാക്കാൻ ഒരുങ്ങി ബ്രില്യന്റ്. നീറ്റ് ജെഇഇ വിദ്യാർത്ഥികൾക്കായി വിവിധ കോഴ്സുകൾ ആരംഭിച്ചു. അഡ്മിഷൻ എടുത്ത് ആയിരങ്ങൾ. ബ്രില്യന്റിന്റെ വിജയത്തെ വീണ്ടും അനുമോദിച്ചുകൊണ്ട് മാതൃഭൂമിയുടെ ആർട്ടിക്കിൾ. സത്യസന്ധമായ വാർത്ത നൽകുന്നതിൽ മാതൃഭൂമി എന്നും മാതൃകയെന്ന് വായനക്കാർ. പുസ്തകത്തിൽ നിന്നും മാത്രമല്ല, ഹൃദയത്തിൽ നിന്നും അധ്യാപനം എന്ന സേവനം അനുഷ്ഠിക്കുന്നവരാണ് ബ്രില്യന്റിലെ അധ്യാപകർ. ഒരു വർഷത്തെ പരിശീലനത്തിനായി ബ്രില്യന്റിലേക്ക് എത്തുന്ന എല്ലാ മക്കളെയും ജാതി മത വർഗഭേദമന്യേ ചേർത്ത് നിർത്തി ലക്ഷ്യം കാട്ടിക്കൊടുക്കുന്നതിൽ ബ്രില്യന്റിലെ എല്ലാ അധ്യാപകരും മുൻപന്തിയിലാണ്. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ ഡയറക്ടർമാർ അധ്യാപകരെ ആദരിച്ച് ആശംസകൾ നേർന്നു. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പാഠപുസ്തകം ഒരു നല്ല അധ്യാപകനാണ് എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകളെ അന്വർത്ഥമാക്കും വിധമാണ് ബ്രില്യന്റിലെ അധ്യാപകരുടെ പ്രവർത്തന പാഠവം. സർഗാത്മ സന്തോഷത്തിന്റെ വാഹകരായി ബ്രില്യന്റിലെ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുന്നതിൽ ഇവിടുത്തെ അധ്യാപകരുടെ പ്രയത്നം അത്രമേൽ അഭിനന്ദനാർഹമാണ്. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപക ദിനത്തിൽ ഹൃദയത്തിൽ നിന്നും ആശംസകൾ നേർന്നുകൊണ്ട് ബ്രില്യന്റിലെ ഡയറക്ടേഴ്സ് ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ജോസഫ് സാർ, സന്തോഷ് കുമാർ, സെബാസ്റ്റ്യൻ ജി മാത്യു എന്നിവർ അധ്യാപകരെ പൂച്ചെണ്ടുകൾ നൽകിയും മധുരപലഹാര വിതരണങ്ങൾ നടത്തിയും ആദരിച്ചു. ബ്രില്യന്റിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ സ്വഭാവവും കഴിവും ഭാവിയും രൂപപ്പെടുത്തുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു തൊഴിലാണ് അധ്യാപനമെന്നും ആളുകൾ ബ്രില്യന്റിലെ അധ്യാപകരെ ഒരു നല്ല അധ്യാപകരായി ഓർക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണെന്നും ബഹുമാനപ്പെട്ട സ്റ്റീഫൻ സാറും സന്തോഷ് സാറും ആശംസയിൽ പങ്കുവച്ചു. അന്നേ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ വിദ്യാർത്ഥികളും തങ്ങളുടെ ഗുരുനാഥന്മാർക്ക് ആശംസകൾ നേർന്നു. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ബ്രില്യന്റിന്റെ കൊല്ലം സെന്ററിൽ പരിശീലനം നേടിയ 5 വിദ്യാർത്ഥികൾ ക്യാമ്പസിലെത്തി. കേക്ക് മുറിച്ചും മധുരം പങ്കുവച്ചും ആ സന്തോഷത്തിൽ പങ്കുചേർന്ന് ബ്രില്യന്റ് കൊല്ലം സെന്റർ. റിപ്പോർട്ടിലേക്ക്. ഈ കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ മികച്ച സ്കോറോടെ തിരുവനന്തപുരം, ഇടുക്കി മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടിയ കൊല്ലം സെന്ററിലെ 5 വിദ്യാർത്ഥികളാണ് വിജയാഹ്ലാദം പങ്കുവെക്കാനായി കൊല്ലം ക്യാമ്പസിലെത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ ഗൗരാങ്, അമൽ, നിഹാൽ, നിഷാന, ഇടുക്കി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ ഗാനിയ എന്നീ വിദ്യാർത്ഥികളാണ് എത്തിയത്. കേക്ക് മുറിച്ചാണ് കോർഡിനേറ്ററും സെന്റർ ഹെഡും മറ്റ് അധ്യാപകരും ഇവരെ വരവേറ്റത്. കൂടാതെ എല്ലാ ക്ലാസുകളും സന്ദർശിച്ച് കുട്ടികൾക്ക് മോട്ടിവേഷനും ക്യാഷ് അവാർഡുകളും നൽകിയാണ് ഈ വിദ്യാർത്ഥികൾ മടങ്ങിയത്. വിജയികളുടെ വരവ് പ്രമാണിച്ച് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് മധുരപലഹാര വിതരണവും നടത്തി. IIT എയിംസ് 2 ഇയർ +2 പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സ്റ്റുഡൻസ് മൈത്രി സ്കീമിലൂടെ ചേർത്ത് പിടിക്കുകയാണ് ബ്രില്യന്റ് കുടുംബം. വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എല്ലാ വർഷവും ടോപ്പർമാരെ സംഭാവന ചെയ്യുന്ന ബ്രില്യന്റിന്റെ ഫേമസ് പ്രോഗ്രാമാണ് IIT എയിംസ് 2 ഇയർ +2 പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് സെപ്റ്റംബർ 29 നടക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സ്ക്രീനിംഗ് ടെസ്റ്റിൽ യോഗ്യത നേടാൻ സാധിച്ചാൽ അർഹത ഉറപ്പുവരുത്തിയതിനു ശേഷം സ്റ്റുഡൻസ് മൈത്രി സ്കീമിലൂടെ 100 വിദ്യാർത്ഥികളെ പൂർണ്ണമായോ ഭാഗികമായോ ഫീസ് ഇളവ് നൽകി പഠിപ്പിക്കാനാണ് ബ്രില്യന്റിന്റെ തീരുമാനം. തീർച്ചയായും മറ്റൊരു എൻട്രൻസ് സ്ഥാപനവും ഇതുവരെയും ആലോചിക്കാത്ത തരത്തിലുള്ള സേവനമാണ് ബ്രില്യന്റ് സ്റ്റുഡൻസ് മൈത്രിയിലൂടെ നടപ്പിലാക്കാൻ ആലോചിക്കുന്നത്. തന്റെ 15ാം വയസ്സിൽ പുസ്തകം പ്രസിദ്ധീകരിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് മാതൃകയായിരിക്കുകയാണ് ബ്രില്യന്റിലെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ പഠിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി ജോഹാൻ സാബു മാത്യു. സാഹിത്യ നിരൂപണങ്ങളിലും അക്കാഡമിക് പഠനങ്ങളിലും ഒരേപോലെ മിടുക്കനാണ് ജോഹാൻ എന്ന ഈ കൊച്ചുമിടുക്കൻ.
കാലമെത്ര പുരോഗമിച്ചാലും കലയ്ക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അവരുടെ സൃഷ്ടികൾക്കും ലോകമെന്നും അംഗീകാരം നൽകുമെന്നത് പ്രധാന വസ്തുതയാണ്. സാഹിത്യലോകത്തിന് ഒട്ടനവധി കലാകാരന്മാരെ സംഭാവന ചെയ്തൊരിടമാണ് കേരളം. സാഹിത്യലോകത്തിന്റെ പുത്തൻ വാതായനങ്ങൾ തുറന്ന് ഉറച്ച കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ് ബെർലിനിലെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ പഠിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി ജോഹാൻ സാബു മാത്യു. കോവിഡ് കാലത്ത് മനസ്സിൽ വിരിഞ്ഞ കഥാപാത്രങ്ങൾക്ക് അക്ഷരങ്ങൾ കൊണ്ട് ജീവൻ നൽകി ജോഹാൻ അതൊരു പുസ്തക രൂപേണ പ്രസിദ്ധീകരിച്ചു. ജാക്ക് മേരി എന്നു പേരുള്ള 2 കഥാപാത്രങ്ങളുടെ സാഹസിക യാത്രയെ പശ്ചാത്തലമാക്കിയുള്ള ഏതാനും സംഭവ വികാസങ്ങളാണ് പുസ്തക സംഗ്രഹം. തന്റെ മകൻ ഈ കൊച്ചു പ്രായത്തിലെ തന്നെ പുസ്തകം പ്രകാശനം ചെയ്ത സന്തോഷത്തിലും കൂടിയാണ് സിവിൽ എഞ്ചിനീയറായ പിതാവ് സാബു MS-ഉം മാതാവ് റെബേക്ക സാബുവും. മലപ്പുറം തിരൂരുള്ള സുസ്മയ പബ്ലിക്കേഷൻസ് ആണ് ലെജൻഡ്സ് ഓഫ് മറാഷ്യ എന്ന പുസ്തകം പ്രകാശനം ചെയ്തത്. ബ്രില്യന്റിലെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ വിപുലമായി നടത്താൻ തീരുമാനമായി. വിശദാംശങ്ങളിലേക്ക്. ബ്രില്യന്റിലെ 2024 ഓണാഘോഷ പരിപാടികൾ മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് കൂടുതൽ വിപുലമായി നടത്താനാണ് തീരുമാനമായിരിക്കുന്നത്. ഡയറക്ടർമാരുടെയും സ്റ്റാഫ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ ചേർന്ന സ്റ്റാഫ് മീറ്റിംഗിലാണ് ഓണാഘോഷത്തെ സംബന്ധിച്ച് തീരുമാനമായത്. സ്റ്റാഫ് അംഗങ്ങളെ 4 ഗ്രൂപ്പുകളായി തിരിച്ച് മത്സരങ്ങൾ സംഘടിപ്പിക്കും. പൂക്കള മത്സരം, വടംവലി ഉൾപ്പെടെയുള്ള ഓണത്തനിമ വിളിച്ചോതുന്ന നിരവധി മത്സരങ്ങളും ഓണസദ്യയും ഉണ്ടായിരിക്കും. ആഘോഷങ്ങൾ ഓണത്തിന് ഒരാഴ്ച മുമ്പ് തൊട്ടേ ആരംഭിക്കും. ബ്രില്യന്റിന്റെ വിജയത്തെ വീണ്ടും അനുമോദിച്ചുകൊണ്ട് മാതൃഭൂമിയുടെ ആർട്ടിക്കിൾ. വിശദാംശങ്ങളുമായി ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. എല്ലാ കാലവും ബ്രില്യന്റിന്റെ വിജയം എന്നത് കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ വിജയമാണ് എന്നത് വിസ്മരിക്കാനാവാത്തൊരു വസ്തുതയാണ്. അതുകൊണ്ടുകൂടിയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളുമൊക്കെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ നേട്ടങ്ങളെ വലിയ വാർത്തകളാക്കി ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായ പരിശീലനം, സത്യസന്ധമായ റിസൾട്ട്, ഇത് രണ്ടുമാണ് ബ്രില്യന്റിന്റെ 41 വർഷത്തെ വിജയഗാഥയ്ക്ക് പിന്നിൽ. അതൊരു സർവകാല യാഥാർത്ഥ്യവുമാണ്. നിരവധി വിവാദങ്ങൾക്ക് വിധേയമാവേണ്ടി വന്ന ഒരു റിസൾട്ടായിരുന്നു നീറ്റ് 2024-ൻ്റേത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ട് അതിനൊരു പരിഹാരമുണ്ടാവുകയും ചെയ്തു. എന്നാൽ ഈ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും എല്ലാം ഇടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി. ഒരുപക്ഷെ ബ്രില്യൻ സ്റ്റഡി സെന്ററിനും കേരളത്തിലെ ഒരു കൊച്ചു ജില്ലയായ കോട്ടയത്തിനുമൊക്കെ അഭിമാനം നൽകുന്ന ഒരു വാർത്തയായിരുന്നു അത്. 25 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ ദേശീയ മെഡിക്കൽ പരീക്ഷയായ നീറ്റ് 2024 കോട്ടയം നഗരത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികൾ മികച്ച നിലവാരം കാഴ്ചവെച്ച് മുൻനിരക്കാരായി എന്നൊരു സത്യസന്ധമായ രേഖയാണ് സുപ്രീം കോടതി പുറത്തുവിട്ടത്. അന്ന് സുപ്രീം കോടതി പുറത്തുവിട്ട രേഖയിൽ പരാമർശിക്കുന്നത് പ്രധാനമായും 3 ഇടങ്ങളെക്കുറിച്ചാണ്. രാജസ്ഥാനിലെ സിക്കർ കോട്ട, കേരളത്തിലെ കോട്ടയം, ഗുജറാത്തിലെ രാജ്കോട്ട് എന്നീ നഗരങ്ങളിലെ എക്സാം സെന്ററുകളിൽ ഉയർന്ന പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സമാനതകളില്ലാത്ത വർധനവുണ്ടെന്നും ഈ ഇടങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ മേന്മ തന്നെയാണ് ഈ വിജയത്തിന് പിന്നിലെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. അധികമാരും ശ്രദ്ധിക്കാത്ത എന്നാൽ ബ്രില്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം തരുന്നൊരു വസ്തുത കൂടി ഞാനിവിടെ പരാമർശിക്കാം. മഹാരാഷ്ട്രയിൽ എക്സാം എഴുതിയത് 2,75,245 വിദ്യാർത്ഥികൾ. 700 മുകളിൽ കരസ്ഥമാക്കിയത് 482 വിദ്യാർത്ഥികൾ. അവരെല്ലാം പല എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. രാജസ്ഥാനിൽ എക്സാം എഴുതിയതാവട്ടെ 1,93,130 വിദ്യാർത്ഥികൾ. 700 മുകളിൽ കരസ്ഥമാക്കിയതാവട്ടെ 205 വിദ്യാർത്ഥികൾ. അവരും പല എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. 3ാം സ്ഥാനം കരസ്ഥമാക്കിയ കേരളത്തിൽ നിന്നും എക്സാം എഴുതിയത് വെറും 1,38,546 വിദ്യാർത്ഥികൾ. അതിൽ ഈ വർഷം കേരളത്തിൽ നിന്നും മെഡിക്കൽ എൻട്രൻസ് മേഖലയിൽ അഡ്മിഷൻ നേടിയെടുക്കാൻ പോകുന്ന 90% വിദ്യാർത്ഥികളും പഠിച്ചത് ബ്രില്യന്റിൽ തന്നെയാണ്. ഇത്രയും വലിയ വിജയ ശതമാനം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയതിൽ ബ്രില്യന്റിനുള്ള പങ്ക് ഏറെ വലുതാണ്. അതിനുള്ള അനുമോദനങ്ങളും ആശംസകളും ഇപ്പോഴും ബ്രില്യന്റിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ബ്രില്യന്റ് ചെലുത്തുന്ന സ്വാധീനം അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല എന്നതും ഇതിലൂടെ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കോട്ടയം. നീറ്റ്, JEE പരീക്ഷകൾ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്കായി വിവിധ ബാച്ചുകൾ ബ്രില്യന്റിൽ ആരംഭിച്ചു. വിശദാംശങ്ങൾ. 2025 നീറ്റ് എക്സാമിനായി ബ്രില്യന്റിൽ ഏറ്റവും പുതിയ ഓഫ്ലൈൻ, ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചുകൾ ആരംഭിച്ചു. നിരവധി വിദ്യാർത്ഥികളാണ് ഇതിനോടകം അഡ്മിഷൻ നേടിയിരിക്കുന്നത്. ഇതുകൂടാതെ സെപ്റ്റംബർ 9, 25 തീയതികളിൽ പുതിയ ഓഫ്ലൈൻ ബാച്ചുകളും സെപ്റ്റംബർ 18 ഓൺലൈൻ ബാച്ചും ആരംഭിക്കും. ദുബായിലുള്ള വിദ്യാർത്ഥികൾക്കായി ബ്രില്യൻ ദുബായ് ടെസ്റ്റ് സീരീസിന്റെ പരീക്ഷ സെപ്റ്റംബർ 1 തീയതി ഓഫ്ലൈനായി നടത്തി. നിരവധി വിദ്യാർത്ഥികളാണ് ടെസ്റ്റ് സീരീസിന്റെ ഭാഗമായത്.
അടുത്ത എക്സാം സെപ്റ്റംബർ 8 നടക്കും. +1 +2നൊപ്പമുള്ള എൻട്രൻസ് കോച്ചിംഗ് പ്രോഗ്രാമായ IIT എയിംസ് 2 ഇയർ +2 കോച്ചിംഗ് പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് സെപ്റ്റംബർ 29 നടക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ഇതിനോടകം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ ആഴ്ചത്തെ വീക്ക്ലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.